തൈര് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, തൈരിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. തൈരെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പ്രോബയോട്ടിക് ഫുഡാണ്. പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ നമ്മുടെ വയറിനുള്ളിൽ ചില രീതിയിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്, നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയാസ്. ഈ രീതിയിലുള്ള ബാക്ടീരിയാസ് അടങ്ങിയ ആഹാരങ്ങളെയാണ് നമ്മൾ പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുന്നത്. തൈരിൽ ധാരാളം ഈ രീതിയിലുള്ള ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൈര് കഴിക്കുന്നത് ദഹനത്തിന്, നമ്മളുടെ വയറിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തൈരിൽ ധാരാളം മിനറൽസ്, മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, അതുപോലെ പൊട്ടാസ്യം, മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം തൈരിൽ 83 മില്ലിഗ്രാമോളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഏകദേശം. അപ്പം എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക്, പ്രതിരോധശക്തി കൂട്ടുന്നതിന് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള BP ഉള്ള ആളുകളിൽ BP ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് തൈര് കഴിക്കുന്നത് പലപ്പോഴും സഹായിക്കും. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഈ സ്കിന്ന് ഡ്രൈ ആകുക, സ്കിന്നിൽ ഹാർഡനിങ് ഉണ്ടാകുക, അതുപോലുള്ള അവസ്ഥകളിൽ സ്കിന്നൊന്ന് സ്മൂത്തനിങ് ആവാനായിട്ട്, ഒന്ന് വെറ്റാവാനായിട്ടൊക്കെ തൈര് കഴിക്കുന്നത് സഹായിക്കും. തൈരിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B12, വൈറ്റമിൻ D, വൈറ്റമിൻ B2 പോലുള്ള ജീവകങ്ങൾ ധാരാളമായിട്ട് തൈരിൽ അടങ്ങിയിട്ടുണ്ട്. പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ പാല് കുടിക്കുന്ന ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും, പാല് അലർജി ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവരിലും തൈര് കഴിക്കാം. തൈരിൽ ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും കാണാറില്ല. വയറിളക്കമുള്ള ആളുകളിൽ തൈര് കൊടുത്തു കഴിഞ്ഞാൽ വയറിളക്കം ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് പലപ്പോഴും സഹായിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് തൈര് കഴിക്കാൻ പാടില്ലാത്തത്? പുളിച്ചത് കെട്ടുള്ള ആളുകളിൽ, പുളിച്ചത് കെട്ടിൽ അല്ലെങ്കിൽ വയറ്റിൽ അസിഡിക് പ്രോബ്ലം ഉള്ള ആളുകളിൽ തൈര് കഴിക്കുന്നത് അത്ര നല്ലതല്ല. ആയുർവേദ പ്രകാരം തൈര് എല്ലാ ദിവസവും കഴിക്കുന്ന ഇതിനത്ര നല്ലതല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് കാരണം തൈരിൽ ധാരാളം ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. അതായത് 100 ഗ്രാം തൈരിൽ 98 കിലോ കലോറിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾ, അമിതവണ്ണമുള്ള ആളുകളിലൊക്കെ, അതുപോലെ വ്യായാമമില്ലാത്ത ആളുകളിലൊക്കെ തൈര് റെഗുലറായിട്ട് ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതേസമയത്ത് കുട്ടികളിലും ശാരീരിക അധ്വാനമുള്ള ആളുകളിലൊക്കെ തൈര് കഴിക്കാം. എത്രത്തോളം തൈര് കഴിക്കാം? അതായത് 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ, 50 ഗ്രാം തൊട്ട് 100 ഗ്രാം വരെ ഒരു ദിവസം തൈര് കഴിക്കാവുന്നതാണ്. ഇതാണ് തൈരിനെ കുറിച്ച് പറയാനുള്ളത്.